ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജ്ന സലീം. ഈ ഇൻട്രോ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നേക്കൊരു 3 വർഷം തികയുകയാണ്. പലതരത്തിലുള്ള വീഡിയോസും ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ വീഡിയോ ഇതായിരുന്നു. ഈ വീഡിയോയിൽ റീച്ച് കിട്ടിയത് മാത്രമല്ല എനിക്ക് സന്തോഷമുള്ളത്, ഈ വീഡിയോ കണ്ടിട്ട് പലരും ക്യാൻസർ തന്നെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് കോട്ടയത്ത് നിന്ന് ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് വായിൽ ഉണങ്ങാതെ നിൽക്കുന്ന ഒരു വ്രണമുണ്ട് എന്നായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം വായിൽ എക്സാമിൻ ചെയ്തത് എൻ്റെ വീഡിയോ നോക്കിയിട്ട് ആണെന്നാണ് അദ്ദേഹം എനിക്ക് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹം വായിൽ വ്രണമുള്ളത് കൊണ്ട് അതിനെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം മെഡിക്കൽ കോളേജിൽ പോവുകയും അതിന് എക്സിഷണൽ ബയോപ്സി ചെയ്തിട്ട് ആ ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ അത് സ്ക്വാമസ് സെൽ കാർസിനോമ എന്നു പേരുള്ള ഒരു ക്യാൻസർ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ക്യാൻസറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം എന്നെ മെസ്സേജ് ചെയ്തത് അറിയിച്ചത്. ഈ ഒരു കേസിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം അത് ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്തതുകൊണ്ടാണ്. ക്യാൻസർ മാത്രമല്ല, വീഡിയോ കണ്ട് പല ആൾക്കാരും പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയിട്ടുണ്ട്. 1-2 കേസുകൾ ഇതുപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാഡത്തിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ സെൽഫ് എക്സാമിനേഷൻ ചെയ്തത്, അപ്പോൾ വായിൽ ചേഞ്ചസ് കണ്ടു, അപ്പോൾ അതിന് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പലരും ഇപ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, അതിൽ നിന്ന് മുക്തി നേടി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിന്റെ വിജയമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. ഈ 3 വർഷ കാലയളവിൽ 257 വീഡിയോസും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കാട്ടിലും എനിക്ക് ഏറ്റവും സന്തോഷം തന്നത് പല ആൾക്കാരും ഇത് വീഡിയോ കണ്ടിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് അതിൽ നിന്ന് മുക്തി നേടി എന്നറിഞ്ഞതിലാണ്. ഈ 3 വർഷത്തിൽ നമുക്ക് 6000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ 7.5 ലക്ഷത്തിൽ പരം ആൾക്കാരും നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. യൂട്യൂബിന്റെ അനലിറ്റിക്സ് ചെക്ക് ചെയ്യുമ്പോൾ വീഡിയോസ് കാണുക മാത്രമല്ല, നിങ്ങൾ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇത് പ്രയോജനപ്പെടുന്ന വീഡിയോസ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു, കുറേ കാലമായി വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ, യൂട്യൂബിൽ നിന്ന് റവന്യൂ ഒക്കെ വരുന്നില്ലേ എന്നുള്ളത്. എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് വന്നത്. അത് എത്രയാണെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. യൂഷ്വലി യൂട്യൂബ് റവന്യൂ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ് യൂട്യൂബിന്റെ റൂൾ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ റവന്യൂ എത്രയാണെന്ന് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മൈക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഒരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു. എനിക്ക് വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നെങ്കിലും ഞാൻ വിചാരിച്ചത് യൂട്യൂബിൽ നിന്ന് എപ്പോൾ റവന്യൂ വരുന്നോ അപ്പോൾ മാത്രം ഞാൻ മൈക്ക് വാങ്ങിക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ നിന്ന് റവന്യൂ വന്നു, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് റവന്യൂ വെച്ച് ഫസ്റ്റ് വാങ്ങിച്ച സാധനമാണ് യൂട്യൂബിൻ്റെ മൈക്ക്. നമുക്ക് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കി, വളരെ നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ വാങ്ങിച്ച മൈക്ക് ഏതാണ്, അതിൻ്റെ യൂസ് എന്തൊക്കെയാണ്, അതുപോലെ അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത് ഏകദേശം ഈ മൈക്ക് വാങ്ങിക്കാനുള്ള പൈസ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മൈക്കിൻ്റെ പ്രൈസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ പറയുന്നതായിരിക്കും. ഒരാൾ മാത്രമല്ല കേട്ടോ, പല ആൾക്കാരും പലതരത്തിലുള്ള വായിലുള്ള ലീഷനുകളും പല വീഡിയോസും കണ്ടിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു, അത് ഇന്നതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യാറുണ്ട്. പലരും വളരെ ദൂരെയുള്ള സ്ഥലത്ത് നിന്നൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ആ സ്ഥലത്തെ എനിക്കറിയാവുന്ന ഡോക്ടേഴ്സിനെയൊക്കെ റെഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. പലപ്പോഴും ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ എല്ലാ ക്ലിനിക്കിലും അവൈലബിൾ അല്ല. അപ്പോൾ പല പേഷ്യൻസും ഇതുപോലെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ഈ ട്രീറ്റ്മെൻറ്റ് എവിടെ അവൈലബിൾ ആണ് എന്നുള്ളതിനെ പറ്റിയിട്ട്, അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് നമുക്ക് പർട്ടിക്കുലറായിട്ട് പറയാൻ സാധിക്കില്ല, കാരണം ഓരോ സ്ഥലത്ത് ചെയ്യുന്ന അനുസരിച്ച് ഡോക്ടറിൻ്റെ ഫീസും അതുപോലെ ചെയ്യുന്ന ക്ലിനിക്കിൻ്റെ ഒക്കെ ഇതനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് മാറാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ പലപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കുകളെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയൊന്നും ചെയ്യരുത്. കാരണം അതെൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ്, ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുക, അതിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വലിയൊരു താങ്ക് യു. അതുപോലെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സും ഉണ്ട് എനിക്ക്, അവരോടും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. മൈക്കിൻ്റെ അൺബോക്സിങ്ങും അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും കാണാം. ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്തേക്കുന്നത് ഞാൻ വാങ്ങിച്ച മൈക്ക് വെച്ചിട്ടാണ്. ഇതുവരെയുള്ള വീഡിയോസിൽ ഉള്ള സൗണ്ട് ക്വാളിറ്റിയും ഇന്നത്തെ വീഡിയോയുടെ സൗണ്ട് ക്വാളിറ്റിയും എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ്. ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മൈക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. നമുക്കിതിൻ്റെ അൺബോക്സിങ് ഒന്ന് നോക്കാം. ഇതാണ് ഞാൻ വാങ്ങിച്ച മൈക്ക്. ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2 മൈക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇങ്ങനെ ഒരു നീറ്റ് ബോക്സിലാണ് ഇത് വരുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് ഫുൾ ഓപ്ഷൻസ് ഉള്ളതാണ് എടുത്തേക്കുന്നത്, അതായത് ക്യാമറയിലും ഐഫോണിലും അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലും ഒരുപോലെ യൂസ് ചെയ്യുന്ന പറ്റുന്ന ആ ഒരു മോഡലാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്.
ഇതിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട് അതിൻ്റെ സൈസും കാര്യങ്ങളും, ബട്ടൺ സൈസാണ്, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റിയിട്ടൊക്കെ ഇതിൻ്റെ പുറത്ത് തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പൊട്ടിക്കുന്നതിനിടയ്ക്ക് ഈ പോർഷൻ ഒന്ന് കീറിപ്പോയതാണ്. നമുക്ക് തുറന്ന് നോക്കാം. അതിലേക്ക് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആദ്യം തന്നെ ഇരിക്കുന്നത് അതിൻ്റെ കാറ്റലോഗാണ്. അതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡായിട്ട് അതിനകത്തുണ്ട്. പിന്നെ അതിൽ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. വി ആർ ഹിയർ ഫോർ യു എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കമ്പനി നമുക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് അവരുടെ വെബ് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ മൈക്കിൻ്റെ MRP എന്ന് പറയുന്നത് 21,000 രൂപയാണ്. പക്ഷേ എനിക്ക് ഓഫറിൽ 15,000 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് കിട്ടിയത്. അതായത് 15Kക്കാണ് എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഏകദേശം ആ ഒരു റേറ്റിലുള്ള എമൗണ്ടാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് ഇതുപോലെ കുറേ സ്മൈലീസും അതുപോലെ ബ്ലാക്ക് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്കും വൈറ്റും സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ എംബ്ലം ഇനി കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അത് വെച്ചിട്ട് ഹൈഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് അതിൻ്റെ യൂസർ മാനുവൽ. ഇത് അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്, അതിനകത്ത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് അത് നമ്മൾ വാങ്ങിച്ച സെറ്റിനകത്തുള്ളത്. ക്യാമറ വേർഷനിൽ യൂസ് ചെയ്യുന്ന അഡാപ്റ്ററും അതുപോലെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് അഡാപ്റ്ററും, പിന്നെ അതുപോലെ വിൻഡ് സ്ക്രീനും അതുപോലെ നമ്മുടെ ക്യാമറ, അതുപോലെ ക്യാമറയുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്ലഗും എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ കാറ്റലോഗ് മാറ്റി കഴിയുമ്പോൾ കാണുന്നത്. അതിൽ മേളത്തെ 2 പോർഷനിലിരിക്കുന്നത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന അഡാപ്റ്ററുകളാണ്. താഴത്തെ ബോക്സിലാണ് നമ്മുടെ മൈക്കും അതിനകത്ത് തന്നെ നമ്മുടെ ക്യാമറയിൽ പ്ലഗ് ഇൻ ചെയ്യുന്ന അഡാപ്റ്ററും അതിനകത്ത് തന്നെയുണ്ട്. ഈ കാർഡിനകത്ത് അവരുടെ വെബ് അഡ്രസ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, അത് നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം അതിനകത്ത് അവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മൈക്കിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് തന്നെയാണ് ചാർജിങ്ങും ഉള്ളത്. അപ്പോൾ നമുക്ക് മൈക്ക് ഇൻ കേസ് അതിനകത്ത് ചാർജ് ഇല്ലെങ്കിലും നമുക്കിതിൽ ബോക്സിൽ വെച്ചാൽ തന്നെ നമ്മുടെ ഹെഡ്സെറ്റൊക്കെ ചാർജ് ആവുന്ന പോലെ അതിനകത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ചാർജ് ചെയ്യുന്നതൊക്കെ ഇതിൽ വെച്ചിട്ട് തന്നെയാണ്. ഇതിൻ്റെ ബാക്കിൽ തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു C പിന്നിൻ്റെ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അത് 2 മൈക്കും അതുപോലെ തന്നെ ക്യാമറയായിട്ട് കണക്ട് ചെയ്യുന്ന അഡാപ്റ്ററും അതിനകത്ത് തന്നെയുണ്ട്. ഇത് ചാർജ് ചെയ്യാനുള്ള സ്ലോട്ടും ഇതിൽ തന്നെയാണുള്ളത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെറിയൊരു ബട്ടൺ സൈസ് ക്യാമറയാണ്. ഇതിൻ്റെ ബാക്കിൽ തന്നെ മാഗ്നറ്റും ഉണ്ട്. അതുകൊണ്ട് ഡ്രസ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റ് തന്നെയാണ്. 40 hours വരെ ചാർജിങ് കപ്പാസിറ്റി ഉണ്ട് ഇത്. അതായത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 40 hours വരെ കേസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 1.5 മണിക്കൂർ നമുക്ക് അല്ലാതെ യൂസ് ചെയ്യാവുന്നതാണ്. ആൻറ്റി നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ 10 hours ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡിന് യൂസ് ചെയ്യുന്ന സി അഡാപ്റ്റർ ആയിട്ടുള്ളത്. ഇത് നെക്സ്റ്റ് വൺ ഇത് നമ്മൾ ഐഫോണിനൊക്കെ യൂസ് ചെയ്യുന്ന പിന്നായിട്ടുള്ള അഡാപ്റ്ററാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഈ ബോക്സിനകത്ത് നമുക്കൊരു പൗച്ചുണ്ട്. ഇത് തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ഹോളി ലൈൻ ലാക്കിൻ്റെ ഒരു ബ്ലാക്ക് കളർ പൗച്ചുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഇതിനകത്ത് ഇതുപോലെ വിൻഷീൽഡ് ഉണ്ട്, വിൻഡ് പ്രൊട്ടക്ഷൻ. ഇപ്പോൾ പുറത്തൊക്കെ നമ്മൾ ഔട്ട്ഡോറൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതുള്ളത്. എല്ലാം 2 സെറ്റ് വെച്ചുണ്ട്. 2 മൈക്കുള്ളത് കൊണ്ട് തന്നെ വിൻഷീൽഡ് പ്രൊട്ടക്ഷനും 2 സെറ്റുണ്ട്. അതുപോലെ തന്നെ ഇത് അതിൻ്റെ മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു മാല പോലുള്ളൊരു ചെയിനാണ്. ഇതാണെങ്കിൽ നമുക്ക് ഡ്രസ്സിൽ മാഗ്നറ്റ് ചെയ്യുന്നതിന് പകരം ഇത് കഴുത്തിലിട്ടാൽ മതി. ഇതിൻ്റെ 2 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ലെങ്ത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാലയാണിത്. ഇതിൻ്റെ ആ ലോക്കറ്റ് പോലുള്ള ഭാഗവും മാഗ്നറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മൈക്ക് അതിനകത്തോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് ഈ കേസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജിങ് പ്ലഗ് ആണുള്ളത്. ഇത് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാവുന്നതാണ്.
അടുത്ത ഈ പ്ലഗ് യൂസ് ചെയ്യുന്നത് നമ്മൾ ക്യാമറയും അതുപോലെ തന്നെ ക്യാമറയുടെ അഡാപ്റ്റർ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വയറാണത്. ഇതാണെങ്കിൽ നമ്മുടെ ക്ലിപ്പാണ്. ക്ലിപ്പിൽ മാഗ്നറ്റ് ഉണ്ട്. ഇതും 2 ഉണ്ട്. ഇതാണെങ്കിൽ നമുക്ക് ഇപ്പം ക്യാപ്പിലോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ വേറെ എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്ത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റ് ഉള്ള ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാമറ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്ലിപ്പ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള ക്ലിപ്പ് തന്നെയാണ്. എൻ്റെ ചാർജിങ് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. അതുപോലെ തന്നെ എൻ്റെ ചാർജ് എത്രത്തോളം ചാർജ് ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കാണിക്കാം. ഇതിനകത്ത് ഓൾറെഡി ഫുൾ ചാർജ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മൈക്കിൻ്റെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ ഇത് ഞാൻ ആ മാലയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ക്യാമറയായിട്ട് കണക്ട് ചെയ്യുന്ന അഡാപ്റ്റർ. ക്യാമറയും നമ്മുടെ അഡാപ്റ്ററും തമ്മിൽ കണക്ട് ചെയ്യുന്ന വയർ ഇതാണ്. ഇതിവിടെ പ്ലഗ് ഇൻ ചെയ്തിട്ട് അതർ എൻഡ് നമ്മൾ ക്യാമറയായിട്ട് കണക്ട് ചെയ്യുകയോ ചെയ്യേണ്ടത്. ഇതിൻ്റെ സൈഡിൽ യെല്ലോ ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നിൽക്കുമ്പം നോയിസ് ക്യാൻസലേഷൻ ഓണാവും. നോയിസ് ക്യാൻസലേഷൻ ഓണാകുമ്പം ഗ്രീൻ കളറായിരിക്കും. ഇതിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഫ്ലാഷ് ലൈറ്റ് ഉള്ളതുകൊണ്ട് കളർ ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഇതൊക്കെയാണ് മൈക്കിൻ്റെ കാര്യങ്ങളുള്ളത്. പിന്നെ ഈ മൈക്ക് അതിനകത്ത് വെക്കുമ്പോൾ തന്നെ ചാർജിങ് കാണിക്കുന്നുണ്ട്. മൈക്ക് വാങ്ങിയ ആമസോൺ ലിങ്ക് ഞാനിവിടെ താഴെ ടാഗ് ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് അതിൽ കയറി വാങ്ങിക്കാവുന്നതാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ലെങ്ത്തൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ലോക്കറ്റും മാഗ്നറ്റ് തന്നെയാണ്. ലെങ്ത്തൊക്കെ ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഹോളി ലാൻഡ് മൈക്കിൻ്റെ സെറ്റിലുള്ളത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം.